നിന്നെപ്പറ്റി ഇങ്ങനെയൊന്നല്ല പ്രതീക്ഷിച്ചത്. ഇങ്ങനെയുള്ള കൂട്ടി ഇന്നത്തോടെ വെട്ടി. നിന്റെ മുന്നിൽ വന്നേക്കരുത് കേട്ടോ നാറി. എടി അവിടെ നിന്ന് നീ എവിടെ പോയിട്ട് വന്ന്? ഞാൻ കോളേജിൽ വരുന്നു. ഈ സമയത്താ നീ ആ ഗിരീഷിന്റെ മോന്റെ വണ്ടിയുടെ പിന്നാലെ കറങ്ങണം എന്നാണല്ലോ ഞാൻ അറിഞ്ഞത്. അച്ഛനോട് കാര്യം പറയണേ. ആര് പറഞ്ഞെന്നാണോ? സത്യമാണോ അത്? കൂട്ടുകാരാകുമ്പോ ചിലപ്പോ വണ്ടിയുടെ പിറകിലൊക്കെ കയറി നിൽക്കുമ്പോ അതിന് അച്ഛനെന്താ? അച്ഛന് എന്താണെന്നല്ലേ നല്ല ഹംഭാവം ഉണ്ട് നിനക്കിപ്പോ. അച്ഛനൊന്ന് പോയേ. എന്താണെന്നാ ആ ഗിരീഷിന്റെ മോന്റെ വണ്ടിയുടെ പിന്നാലെ കയറിന്ന് പോണത് നമ്മ അറിഞ്ഞല്ല. അതൊന്ന് ചോദിച്ചു പോയി. ഈ പെൺപിള്ളേര് ഇങ്ങനെ എന്ത് ചെയ്യാൻ പറ്റും? ഒരു കാര്യം ചോദിക്കാൻ പറ്റൂല. ഇത് എവിടെ ചെന്ന് അവസാനിക്കും? വിലപ്പെടുത്തൂണ്ട. എടി നീ ഈ സമയത്ത് എവിടെ പോണു? ഞാൻ സച്ചിന്റെ വീട്ടിൽ പോണു. ഈ സച്ചിയുടെ കാര്യം തന്നെയല്ലേ ഇപ്പൊ തന്നെ ഞാൻ പറഞ്ഞത്. സമയമായി 8 മണിയായി. രാത്രി പെൺപിള്ളേര് പുറത്തു പോണ്ട. കേറിയ നീ ഇങ്ങട് എടി കേറാൻ. അച്ഛൻ ഏത് കാലഘട്ടത്തിൽ ജീവിക്കണ? ആണും പെണ്ണും സമയമൊക്കെ. മുളച്ചു നീ അച്ഛൻ പറയണ കേക്ക്. ഏത് കാലത്താണെങ്കിലും ആണും പെണ്ണും തന്നെയാണ്. നിനക്ക് അത് മനസ്സിലാവാനുള്ള പ്രായമായിട്ടില്ല. അതാണ് മോളെ. എനിക്ക് 18 വയസ്സായി. സ്വന്തമായിട്ട് തീരുമാനിക്കാനുള്ള അവകാശമൊക്കെ ഉണ്ട്. എടി അകത്ത് കേറാൻ. അച്ഛനൊന്ന് പോയേ. എടി ഒരു സിനിമ ഇറങ്ങിയിട്ടുണ്ട്. എനിക്ക് സിനിമ ഒക്കെ ഭയങ്കര താല്പര്യല്ലേ? കണ്ടോക്കിയേ. ഇംഗ്ലീഷാണോ? ഇംഗ്ലീഷ് അല്ല, ഹിന്ദിയാണ്. പിന്നെ കുറച്ച് വൾഗറൊക്കെ ഉണ്ട്. അയ്യേ ഇതെന്ത് വൃത്തിയേടാ. നീ വൾഗറാന്ന് പറഞ്ഞപ്പോ ഞാൻ ഇത്രയൊന്നും പ്രതീക്ഷിച്ചില്ല. എടി ഇതൊക്കെ ഇപ്പൊ സർവ്വസാധാരണ അല്ലേ? നമ്മളെ പോലെ യൂത്ത് അല്ലാണ് ഇതൊക്കെ ആര് കാണാൻ? ഇത് ഭയങ്കര വൃത്തിയേടാ. ഇതൊന്നും നീ കാണാൻ നിക്കണ്ട. എനിക്ക് ഒട്ടും വേണ്ട. ഞാൻ പോണേക്ക്. എടി പോവല്ലേ, ഇരിക്കി. ഞാൻ എന്റെ അച്ഛനോട് വഴക്കിട്ട് വന്ന എനിക്ക് വീട്ടില് പോണം. എടി അമ്മയച്ഛനില്ല ഇവിടെ. നീ എന്ത് ഉദ്ദേശിക്കണേ? അല്ല ബെഡൊക്കെ ഉണ്ടല്ലോ ഇവിടെ. നമുക്കതുവരെ ഞാൻ നിന്നെപ്പറ്റി ഇങ്ങനെയൊന്നല്ല പ്രതീക്ഷിച്ചത്. ഇങ്ങനെയുള്ള കൂട്ടി ഇന്നത്തോടെ വെട്ടി. നിന്റെ മുന്നിൽ വന്നേക്കരുത് കേട്ടോ നാറി. അച്ഛനമ്മനും ധിക്കരിച്ച് പോയിട്ടേ വേഗം പോന്നല്ല. ഞാൻ വിചാരിച്ചു നീ നാളെ വരുള്ളൂ. അച്ഛനോട് പിണക്കാണോ? എനിക്ക് ആരോടൊരു പിണക്കൂല. എന്തുപറ്റി? നിന്റെ മുഖം വല്ലാതിരിപ്പുണ്ടല്ലോ. അമ്മ പറഞ്ഞ ശരി അമ്മേ. പെണ്ണും ആണും തന്നെയാ. എന്നാലും അവിടെ പോയിട്ട് എന്തെങ്കിലും പ്രശ്നം ഉണ്ടായാ? അവൻ ചെറുതായിട്ട് റോങ് ആയിട്ട് പെരുമാറി. ഞാൻ അപ്പൊ തന്നെ അവൻ്റെ അടി കൊടുത്തിട്ട് ഇങ്ങോട്ട് പോന്നു. അച്ഛാ നിങ്ങളാണ് ശരി. നിങ്ങൾ പറഞ്ഞത് തന്നെ ശരി. അച്ഛൻ ഇപ്പോഴും പിണക്കം മാറിയില്ലേ? പിണങ്ങല്ലേ അച്ഛാ? ഇല്ല, അച്ഛന്റെ മോളോട് അച്ഛനൊരു പിണക്കമില്ല കേട്ടാ. മോക്ക് മനസ്സിലായല്ല ഞങ്ങ പറഞ്ഞത്. ഒരു പിണക്കമില്ല കേട്ടാ. അച്ഛന് നമുക്കൊരു പിണക്കമില്ല കേട്ടാ. അമ്മ നല്ല ഫുഡ് എടുത്ത് തന്നെ. നീ അവക്ക് ഫുഡ് എടുത്ത് വെച്ചു കൊടുത്തേ. അവക്ക് മാത്രം കഴിച്ചാൽ മതിയാ? നിങ്ങളും കുറെ നേരമല്ലേ ഫുഡൊക്കെ കഴിച്ചിട്ട്? വായോ നമുക്ക് ഒരുമിച്ച് കഴിക്കാം.